വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ നിലമ്പൂരിനടുത്ത് കരുളായിലെ നെടുങ്കയത്തേക്ക് പോകുന്ന വഴിയിലാണുള്ളത്. യാത്രാമധ്യേ ഒരു കാഴ്ച കണ്ടു, പ്രേക്ഷകർക്കും കാണിച്ചു തരാം. കാട്ടാനകൾ, ഏകദേശം 4ഓളം കാട്ടാനകളുണ്ട്. ഒരു കുട്ടിയാനയും അവരോടൊപ്പമുണ്ട്. ഇത്തരത്തിൽ നിരവധി വന്യമൃഗങ്ങളുള്ള ഘോരവനമാണ്. ഈ വനത്തോട് ചേർന്ന് താമസിക്കുന്ന ഉൾവനത്തിൽ ഉൾപ്പെടെ താമസിക്കുന്ന ആളുകളാണ് ഈ ട്രൈബൽ ബൂത്തിലേക്ക് വോട്ട് ചെയ്യാനെത്തുന്നത്. കാട്ടുനായ്ക്ക, ചോലനായ്ക്ക വിഭാഗത്തിൽപ്പെടുന്ന ഏകദേശം 400-ലധികം മനുഷ്യർ ഇവിടെ എത്തി വോട്ട് ചെയ്യാറുണ്ട്. നിലവിൽ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ 170-ലധികം ആളുകൾ നെടുങ്കയത്തെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കുന്നത്. കാട്ടുനായ്ക്ക, ചോലനായ്ക്ക, അതുപോലെ തന്നെ അറനാടൻ ഉൾപ്പെടെയുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ ഉൾവനത്തിൽ നിന്നും വാഹന സൗകര്യം ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കാറുള്ളത്. ഏകദേശം കിലോമീറ്ററുകൾ താണ്ടി ദുർഘടമായ പാതയൊക്കെ തന്നെ മറികടന്നു വേണം ആ ബൂത്തിലേക്ക് എത്തിച്ചേരാൻ എന്നുള്ളതാണ്. നേരത്തെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അവിടെ എത്തി ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, വോട്ടിംഗ് ചെയ്യേണ്ട പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ തന്നെ അവിടെയുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു എന്നുള്ളതാണ്. എന്തായാലും വഴി മധ്യേ കൗതുകമുണർത്തുന്ന കാഴ്ചയും കണ്ടു. ഒരുപക്ഷെ അങ്ങോട്ടേക്ക് വല്ലാതെ പോകാൻ സാധിക്കില്ല, ആന നമ്മൾ ഓടിക്കും. ദൃശ്യങ്ങളിലേക്ക് വീണ്ടും പോകുമ്പോൾ നമ്മുടെ ഷഫീഖ് കരുളായി വീഡിയോ ജേർണലിസ്റ്റ് അത് പകർത്തുന്നുണ്ട്. 1, 2, 3 വലിയ ആനകളുണ്ട്. തൊട്ടു താഴെ ഒരു കുഞ്ഞു ആന, ഒരു കൊച്ചാനയെ നമുക്ക് കാണാൻ സാധിക്കും. അവർ പുല്ല് കഴിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണ്. അത്തരത്തിൽ ഇതിവിടെയുള്ളൊരു പതിവ് കാഴ്ചയാണ്, നെടുങ്കായം ഭാഗത്തെ പതിവ് കാഴ്ചയാണ്. അത്തരത്തിൽ നിരവധി വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന ഒരു മേഖല കൂടിയാണ് നെടുങ്കായം വനപ്രദേശം എന്നുള്ളത്. ആ വനപ്രദേശത്തിൻ്റെ ഉൾഭാഗത്ത് താമസിക്കുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റി പെട്ട മനുഷ്യർ, ഏകദേശം 400-ലധികം വരുന്ന മനുഷ്യരെ ഇങ്ങോട്ട് എത്തിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഇനി നമുക്ക് പോളിംഗ് ബൂത്തിലെത്തി അവിടെയുള്ള വിഷയങ്ങൾ എങ്ങനെയാണ്, വിശദാംശങ്ങൾ എങ്ങനെയാണെന്ന് പരിശോധിക്കാം. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് വളരെ സജീവമായി തന്നെ പല മേഖലകളിൽ തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ കരുളായി നെടുങ്കയം മേഖലയിലെ ട്രൈബൽ ബൂത്തിലാണ്. ഇവിടെ പല ആദിവാസി വിഭാഗങ്ങളിൽ നിന്ന് ഏകദേശം 160-ലധികം ആളുകൾ ഇതിനകം വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാട്ടുനായ്ക്ക, ചോലനായ്ക്ക, അതുപോലെ തന്നെ അറനാടൻ ഉൾപ്പെടെയുള്ള കാറ്റഗറിയിൽ നിന്നായി ഏകദേശം നിരവധി ആളുകൾ സാധാരണ ഇങ്ങോട്ടേക്ക് വോട്ട് ചെയ്യാനെത്താറുണ്ട്. വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ടാണ് വനത്തിനോട് ചേർന്നും ഉൾവനത്തിൽ ഉൾപ്പെടെ താമസിക്കുന്ന ആളുകളെ ഇങ്ങോട്ടേക്ക് വോട്ട് ചെയ്യാൻ എത്തിക്കാറോ എന്നുള്ളതാണ്. സാധാരണഗതിയിൽ മുൻപത്തെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അവർ ഇങ്ങോട്ടേക്ക് വോട്ട് ചെയ്യാൻ എത്താത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ സജീവമായി തന്നെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കാട്ടുനായ്ക്ക, ചോലനായ്ക്ക പോലെയുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇങ്ങോട്ടേക്ക് വോട്ട് ചെയ്യാൻ എത്തുന്നത് എന്നുള്ളതാണ്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നിരവധി ആളുകൾ, ഇപ്പോഴത്തെ കണക്കനുസരിച്ച്, ഏറ്റവും അവസാനമായി ലഭിക്കുന്ന കണക്കനുസരിച്ച് 162-ലധികം ആളുകൾ വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളോടൊപ്പം ചേട്ടൻ ചേരുന്നുണ്ട്. എന്താ പേര്? ചേടനാണ്. ചേടയൻ. മണ്ണള. എവിടുന്നാ? ഞങ്ങൾ മണ്ണള ഇപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങളിപ്പം എത്ര ആൾക്കാർ വന്നിട്ട് വോട്ട് ചെയ്യാൻ? 4 കെട്ടിക്കാനുള്ള സാറേ പറഞ്ഞു. ആ കുട്ടികളൊക്കെ പിന്നെ വരും. ഇനി കുറേ ആൾക്കാർ വരാണ്ടല്ലേ? ആൾക്കാർ വരാനുണ്ടേ. എങ്ങനെയാ നിങ്ങൾ എത്തിക്കാൻ? ആൾക്കാർ വണ്ടി കൊണ്ട് വന്നതാണോ? എങ്ങനെയാ വന്നത്? അത് സുരി വണ്ടി. വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തു. വോട്ട് ചെയ്തു. ആ രീതിയിൽ ശരി ചോദിക്കട്ടെ. മറ്റൊരു ചേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പേരെന്തായിരുന്നു? കരിയനാണ്. കരിയൻ. പൂച്ചപ്പാറ. പൂച്ചപ്പാറ. നമ്മളവിടുന്ന് കണ്ടമാനം ആൾക്കാർ വന്നിട്ടുണ്ടോ പ്രാവശ്യം വോട്ട് ചെയ്യാനൊക്കെ? എന്താ കാര്യമില്ല, കണ്ടിട്ടില്ല. വരുമോ? വരാൻ തോന്നുന്നു. കുറച്ച് കഴിയുമ്പോൾ വരാൻ തോന്നുന്നു. അറിയില്ലല്ലോ. കുറച്ച് കഴിയുമ്പോൾ വരും തോന്നല്ലേ? എല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ? നല്ലതുണ്ടാവും. അറിഞ്ഞിട്ടുണ്ടോ? എല്ലായിടത്തും വോട്ടൊന്നും അറിഞ്ഞിട്ടുണ്ടോ? ഈ വാഹനങ്ങളിലാണ് അവരെ ഉൾവനത്തിൽ നിന്നും കൊണ്ടുവരുന്നത്. കറക്റ്റ് എവിടെ താമസിക്കുന്ന ആ സ്ഥലം ഏതാ? സ്ഥലം അറിയാതെ ഞാൻ സ്ഥലം കണ്ട് പരിചില്ല, പോയിട്ടും പരിചില്ല. ഒരുപാട് ദൂരം ഉണ്ടല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട്? മലപ്പുറത്തെന്ന് തോന്നുന്നു. മലപ്പുറത്തെ ഭാഗത്ത് എവിടെയാണ് ഉണ്ടാവും ജില്ലാ കളക്ടർ നിൽക്കുന്ന സ്ഥലം, അതിൻ്റെ ഓഫീസ്. ഫണ്ട് മാത്രമേ പുറത്തിറങ്ങുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ നെൽപൂർ വരെ വന്ന പിന്നെ ഫണ്ട് എവിടെ പോകണം വയ്യാറില്ല, അത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഫണ്ട് കിട്ടുന്നില്ല. മന്ത്രിമാരെ അയക്കുന്ന ഫണ്ടൊക്കെ പോകുന്നുണ്ട്. അത് എവിടെ നിങ്ങൾക്ക് വേണ്ട ഫണ്ട് കിട്ടുന്നില്ല. അത് കിട്ടുന്നില്ല. അരിസാധനം മാറി കുറച്ച് കൊണ്ടുവന്ന് തരുള്ളൂ, പിന്നെ ഒന്നും കൊടുക്കൂല. കിട്ടുന്നുണ്ടോ? റേഷനൊക്കെ കിട്ടുന്നുണ്ടോ? അത് കിട്ടുന്നുണ്ട്. കുറച്ചാണ്. ഒരു 10-15 കിലോകള് ഒരു മാസത്തിന് കൊടുക്കുന്നത്.
രണ്ടാഴ്ച കഴിയുമ്പോൾ ഒരു 10 കിലോ അരി കൊണ്ടുവന്ന് തരും. പിന്നെ രണ്ടാഴ്ച കഴിയുമ്പോൾ ഒരു 10 കിലോ അരി കൊണ്ടുവന്ന് തരും. പിന്നെ ഒരാഴ്ച ആകുമ്പോൾ കുറച്ച് ചെറിയ സാധനം കൊണ്ടുവന്ന് തരും. അത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ഒരു സാധനം കൊണ്ട് ഈ ഫണ്ട് എല്ലാം പോകണം വൈ കാണുന്നില്ല. മന്ത്രിമാർ അയക്കണ ഫണ്ട് അതൊക്കെ ഈ കളക്ടർ നിങ്ങൾക്ക് ഒരു പ്രതിഷേധമുണ്ട്. അത് സാറുമാരെ ഓഫീസിൽ വിട്ട് എല്ലാ ഓഫീസിലും പിടിക്കണം. നിലമ്പൂരൊക്കെ എല്ലാ ഓഫീസിലും പിടിക്കണം. നമുക്ക് തരണ നമുക്ക് കറക്റ്റ് കിട്ടണം. അത് കിട്ടണില്ല. എന്തൊക്കെയാണ് കിട്ടാത്തത്? കിട്ടാതെ കുറച്ച് ചാവലൊക്കെ ഉണ്ടാവും സാറേ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. 300 ലക്ഷം കോടികളാണ് ഇറങ്ങിയത് പണം. ആദിവാസി ഫണ്ട് എല്ലാവർക്കും ഉള്ളതാണ്. നാട്ടുകാർക്ക് ഫുള്ളായിട്ടുള്ള ആദിവാസി ഫണ്ടാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവർക്ക് ലഭിക്കേണ്ട പലതരത്തിലുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട ഫണ്ടും തുകകളൊന്നും തന്നെ കൃത്യമായി കിട്ടുന്നില്ലെന്നൊരു പരാതി ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ അവർ ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഷേധം അവർക്കുണ്ട്. കാരണം കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവർ 300 കോടി ഉറുപ്പ സോലാക്കിന് മാത്രം ഇറങ്ങിയിട്ടുണ്ട്. അതും പുറത്തിറങ്ങണില്ല. തീർച്ചയായും അത് തന്നെയാണ്. അവർക്ക് കൃത്യമായി ലഭിക്കേണ്ട ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ല. അതിലൊരു പ്രതിഷേധം ഈ ഒരു ഘട്ടത്തിൽ രേഖപ്പെടുത്തുമെന്നുള്ളതാണ് അവർ പറയുന്നത്. ഇനിയും നിരവധി ആളുകൾ ആ ഒരു മേഖലയിൽ നിന്ന് വോട്ട് ചെയ്യാൻ ഇങ്ങോട്ടേക്ക് വരാനുണ്ട്, അവരുൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്താനുണ്ട് എന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അവർക്ക് ഫണ്ട് ലഭിക്കാത്ത കാര്യത്തിലാണെങ്കിലും റേഷനറി ഉൾപ്പെടെ കൃത്യമായി ലഭിക്കാത്ത കാര്യത്തിലാണെങ്കിലും അധികാരികളുടെ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നും ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ അവർ ആവശ്യപ്പെടുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ.